അപ്പോൾ സെക്കൻഡ് ഡേ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഉടുപ്പി ഗാർഡൻസ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ളൊരു ഹോട്ടലാണിത്. ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത് കേട്ടോ. ഈ റെസ്റ്റോറൻറ്റിൽ മെയിനായിട്ട് കുറേ ദോശ വെറൈറ്റീസ് കണ്ടു ഞങ്ങൾ. അപ്പോൾ നമ്മളിവിടെ മൈസൂർ വന്നിരിക്കുകയല്ലേ, മൈസൂർ ഭാഗമല്ലേ, അപ്പോൾ നമ്മൾ മൈസൂർ മസാല ദോശ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഇങ്ങനെ ഒരു കുട്ടി ഷോപ്പ് പോലെ ഉണ്ടായിരുന്നു. അവിടെ കുറേ ആർട്ടിഫാക്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കൂർഗ് സ്പെഷ്യലായിട്ട് ഇവിടെ മെയിനായിട്ട് വുഡിലുണ്ടാക്കിയ സംഭവങ്ങളാണെന്ന് തോന്നുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ പോയത് നേരെ നംദ്രോളിംഗ് മൊണാസ്ട്രിയിലേക്കാണ് കേട്ടോ. ഇതിവിടെ ടിബറ്റിൽ നിന്ന് എക്സൈലിൽ വന്ന ആൾക്കാർക്ക് ഗവൺമെൻറ് കൊടുത്ത ലാൻഡിൽ അവർ ഉണ്ടാക്കിയെടുത്ത് അവരുടേതായിട്ടുള്ളൊരു സ്പേസാണ് കേട്ടോ. ഇവിടെ സ്കൂളുണ്ട്, പ്രെയർ ഹാളുണ്ട്, അവരുടെ എല്ലാ സംഭവങ്ങളും ഇവിടെ, ഒരു മൊണാസ്ട്രി ഉണ്ട്, ഇവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അങ്ങനെ അവർ അവരുടേതായിട്ടുള്ളൊരു ലോകം ഇവിടെ സെറ്റപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇത് കുശാൽ നഗർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലേസിലാണ് ഇത് വരുന്നത്. അവിടെ നിന്ന് കുറച്ചും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാലാണ് നമ്മുടെ മൊണാസ്ട്രി വരിക. അപ്പോൾ ഞാൻ ബെസ്റ്റ് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈം, പിന്നെ ഏതൊക്കെ സമയങ്ങളിലാണ് പോകേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ എഴുതി കൊടുക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിരിക്കും. ലൈക്ക് നമ്മുടെ ട്രാവൽ ആ ഒരു എക്സ്പീരിയൻസ് കുറച്ചും കൂടെ നന്നായിരിക്കും. പിന്നെ എങ്ങനെയൊക്കെ എത്തിപ്പെടാം എന്നുള്ളത് ഏകദേശം ഞാൻ കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ളതല്ല, നമ്മളെ ആ ഒരു അറൗണ്ട് അവിടെ ചെന്നിട്ട് പിന്നെ എങ്ങനെ എത്തിപ്പെടാം എന്നുള്ള പോലെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഞങ്ങൾ പോയത് കൂർഗിലെ റിസോർട്ടിലാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു മണിക്കൂർ 1.25 മണിക്കൂർ റൈഡ് ഉണ്ടായിരുന്നു കാറിൽ കുശാൽ നഗർ എത്താൻ വേണ്ടി. അവിടെ നിന്ന് പിന്നെ കുറച്ചും കൂടെ വന്നാലാണ് ഈ മൊണാസ്ട്രി ഉള്ളത്. അപ്പോൾ ഞങ്ങൾ പോയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ തലശ്ശേരി ഇറങ്ങിയിട്ടാണ് പോയത്. നമുക്ക് കണ്ണൂരിൽ നിന്നും പോകാൻ പറ്റും. അവിടെ നിന്ന് പിന്നെ ഒരു ടാക്സി അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ എത്തിയത് കേട്ടോ. ഇവിടെ ഇങ്ങനെ പ്രധാനമായിട്ട് കുറേ സ്പോട്ടുകളുണ്ട് നമുക്ക് കാണാനായിട്ട്. ഈ മൊണാസ്ട്രിയുടെ ഉള്ളിൽ തന്നെ നമുക്ക് അലൗ ചെയ്തിരിക്കുന്ന കുറച്ച് ഏരിയ മാത്രമാണ്. അപ്പോൾ അതിൽ തന്നെ അവരുടെ പ്രെയർ ഹാൾസ് ഉണ്ട്, പിന്നെ സ്കൂളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവരുടെ സ്കൂളുണ്ട്, പിന്നെ കുറേ ഷോപ്പുണ്ട് ഫ്രണ്ടിൽ കയറി വരുന്ന ഭാഗത്ത്. അങ്ങനെ ഇവരുടേതായിട്ടുള്ളൊരു വില്ലേജ് അവരവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുക ആ കൊടുത്ത ഏരിയയിൽ കേട്ടോ. ഇത് നല്ല പരന്ന് കിടക്കുന്ന കുറേ എത്രയോ ഏക്കറുകൾ കൊടുത്തിട്ടുണ്ട് ഗവൺമെൻറ് ഇവർക്ക്. അപ്പോൾ അവിടെ അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ അങ്ങനെ അവർ കൊണ്ടുപോവാണ്. ഇതിപ്പോൾ നമ്മൾ ടിബറ്റിൽ നിന്ന് പോയി കാണാൻ പറ്റുന്ന പോലത്തെ ഒരു ഫീൽ നമുക്ക് കിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ. ആസ് ഇഫ് നമ്മൾ ടിബറ്റിലെത്തി അവരുടെ ഒറിജിനൽ ആ ഒരു രീതി കാണുന്ന അതേ ഫീൽ തന്നെ നമുക്ക് കിട്ടും. ഇതാണ് കേട്ടോ ഫേമസ് ആയിട്ടുള്ള ഹാള്. ഇവിടെ 3 സ്റ്റാച്യു ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ മെയിനായിട്ട് കയറിയിരുന്ന് പ്രാർത്ഥിക്കുന്നതും നമ്മുടെ വിസിറ്റേഴ്സൊക്കെ കൂടുതൽ സമയവും സ്പെൻഡ് ചെയ്യുന്നത് ഈ ഏരിയയിലാണ്. ഫോട്ടോസ് എടുക്കാൻ നിറയെ സ്പോട്ടുകളുണ്ട് കേട്ടോ. നല്ല കാമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. എല്ലാ സ്ഥലത്തും ഭയങ്കര പീസ് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ പ്രാർത്ഥനകളുടെ സൗണ്ട്, ബെല്ലിൻ്റെ സൗണ്ട്, അവരുടെ ഒരു വീൽ അവർ ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ സൗണ്ട്, അങ്ങനെ മൊത്തത്തിലൊരു ഭയങ്കര എന്താ പറയുക പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് അവിടെ. മനസ്സിന് ഭയങ്കര ഒരു റിലാക്സേഷൻ കിട്ടും. ലൈക്ക് നമ്മൾ കാമായിട്ട് കുറേ നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അല്ലാതെ നമ്മൾ പടഞ്ഞു ഓടിക്കഴിഞ്ഞാൽ ആ ഫീൽ കിട്ടണം എന്നില്ല കേട്ടോ.
അപ്പോൾ ഇനിയുള്ള കുറച്ച് ക്ലിപ്സിൽ നിങ്ങൾക്ക് അവരുടെ പ്രെയറും പിന്നെ അതിൻ്റെ ഒരു രീതിയൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇത് ടിബറ്റിലെ തന്നെ അവരുടെ ഒരു മൊണാസ്ട്രിയുടെ അതേ റെപ്ലിക്കയാണ് കേട്ടോ അവരിവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ രാജാ സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആ പേര് പോലെ തന്നെ പണ്ട് രാജാക്കന്മാർ, കൂർഗിലെ രാജാക്കന്മാരൊക്കെ വന്നിട്ട് സൺറൈസ് സൺസെറ്റാണ് മെയിനായിട്ട് സൺസെറ്റ് കാണുന്ന ഒരു സ്പോട്ടായിരുന്നു ഇത്. പിന്നീട് അതിപ്പോൾ ടൂറിസം ഒരു സ്പോട്ടാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആൾക്കാർക്ക് ഇവിടെ വന്നിരുന്നിട്ട് സൺറൈസ് ആൻഡ് സൺസെറ്റ് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. മെയിനായിട്ട് ഇവിടെ സൺസെറ്റ് എന്നാണ് ആൾക്കാർ പറയുക, കാരണം അത്രയും ഭംഗിയിൽ നമുക്ക് ആ സൺസെറ്റ് കാണാൻ പറ്റും ഇവിടെ. സൺസെറ്റ് മാത്രമല്ല കേട്ടോ, ഇവിടെ ഒരു പാർക്കും ഉണ്ട്, കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു പ്ലേസും കൂടെയാണ്. കുറേ ആനിമൽസിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പിന്നെ ഇങ്ങനെ കുറേ പൂക്കളുണ്ട്, അങ്ങനെ നല്ല രസമായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ ഇത്.
അപ്പോൾ ഈ ഭാഗത്ത് ഇരുന്നിട്ടാണ് ആൾക്കാർ സൺസെറ്റ് കാണുക. താഴത്തും ഉണ്ട് മുകളിലും ഉണ്ട്. പിന്നെ അങ്ങോട്ട് സൈഡിലേക്ക് നടന്നു പോയി കഴിഞ്ഞാൽ ആ ഭാഗത്തും ഉണ്ട് കേട്ടോ. കുറേ വ്യൂ പോയിൻറ്റ്സ് കാണാൻ പറ്റുന്ന സ്പോട്ടുകളുണ്ട് ഇവിടെ. അവിടെ ഓരോ ഭാഗത്തായി നിന്നിട്ടും ഇരുന്നിട്ടും ഒക്കെയാണ് ആൾക്കാർ സൺസെറ്റ് കാണുന്നത്. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. ഒരു അടിപൊളി ദിവസമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് റിസോർട്ടിലേക്ക് പോയി. അവിടെ നൈറ്റ് ആയതുകൊണ്ട് തന്നെ പാർക്കിൻ്റെ ഒരു ഏരിയ ഉണ്ടായിരുന്നു, അവിടെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി കുറച്ച് നേരം ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. ഊഞ്ഞാലൊക്കെ ഒന്ന് ആടി ഒരസലിലൊക്കെ ഒന്ന് കയറി അങ്ങനെ തിരിച്ച് റൂമിലേക്ക് പോയി. അപ്പോൾ ഇനി അടുത്ത ഒരു പാർട്ടും കൂടെ ഉണ്ട്. നെക്സ്റ്റ് ഡേ നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോകുന്നൊക്കെ ഉണ്ട്. പിന്നെ വേറെ കുറേ സ്പോട്ട്സൊക്കെ ഉണ്ട്, അതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. ബൈ.